വ്യാഴാഴ്ച രാവിലെ 6-ന് കുർബാനയ്ക്കെത്തിയ പള്ളി അധികാരികളാണ് മോഷണം നടന്നത് കണ്ടത്. പള്ളിയുടെ വലതുവശത്തുള്ള ജനൽ തുറന്ന് പള്ളിക്കകത്ത് മോഷ്ടാവ് പ്രവേശിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. പള്ളിയുടെ അൾത്താരയിൽ വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന സക്രാരി കുത്തിത്തുറന്ന് അരുളിക്കയിലെ വിശുദ്ധ കുർബാന കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുർബാന സൂക്ഷിച്ചിരുന്ന തിരുപ്പാത്രവും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. തിരുപ്പാത്രത്തിലുണ്ടായിരുന്ന തിരുവോസ്തി അൾത്താരയിൽ വിതറിയ നിലയിലാണ്. കൂടാതെ പള്ളിയുടെ ഭണ്ഡാരങ്ങളും തകർക്കുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പള്ളി വികാരി ഫാദർ വിൻസെന്റ് പാറമേൽ പറഞ്ഞു. 11 മണി വരെ ഞാൻ ദേവാലയത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഈ രാത്രി സമയത്തപ്പോഴാണ് നമ്മൾ ദേവാലയത്തിൽ ആരോ അതിക്രമിച്ച് കയറി നമ്മുടെ ഏറ്റവും സംപൂജ്യമായിട്ടുള്ള വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന സക്രാരി അത് തകർത്തിട്ടുണ്ട്. അത് തുറന്ന് അതിൻ്റെ അകത്ത് നിന്ന് കുർബാന എടുത്ത് അത് അൾത്താരയിൽ അത് അവിടെ ചിതറിയിടുകയും അതുപോലെ അത് കുർബാന സൂക്ഷിച്ചിരുന്ന കുസ്തോതി അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇടവസമിതി സെക്രട്ടറിയാണ് ദേവാലയം തുറന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അത്യാവശ്യമായിട്ട് രാവിലെ സമയത്ത് പോകാൻ വേണ്ടി രാവിലെ 5:30 പുറപ്പെട്ടിരുന്നു. പിന്നെ ഇത് ഞാൻ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ മുൻഭാഗത്തുള്ള സെൻറ്റ് ജോർജിൻ്റെ കുരിശടിയിൽ നേർച്ച ഭണ്ഡാരം അതും കുത്തി തുറന്നിട്ടുണ്ട്, താഴെ തുറന്നിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവിടെ ഇത് പ്രശ്നം. ഇന്നലെ രാത്രി 11 വരെ പള്ളിയിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നു. 2 ആഴ്ച മുൻപ് പള്ളിയിൽ നിന്നും ഒരു ഗിത്താർ മോഷണം പോയിരുന്നു. മൂവാറ്റുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മോഷണ ശ്രമമാണോ അതോ വിശുദ്ധ കുർബാനയെ അവഹേളിക്കാനുള്ള ശ്രമമാണോ എന്നും സംശയിക്കുന്നുണ്ട്. ഷക്കീന ന്യൂസ്, കൊച്ചി.